സാഹചര്യങ്ങളുണ്ടായി. ഒന്ന്, നിങ്ങൾക്കറിയാം, ഇത് എലക്ഷൻ കാലഘട്ടമായി. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നു. പുതിയ ഭരണസമിതിയിൽ മഹാഭൂരിപക്ഷവും പുതിയ ആൾക്കാരായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവർ ഭരണപരിചയം നേടുന്നതിന് മുമ്പ് തന്നെ മാർച്ച് 15 ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അതോടെ പെരുമാറ്റച്ചട്ടമായി. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഇത്രയും ഒരു പറന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഏതായാലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം എല്ലാവരും വളരെ വിജിലൻ്റ് ആയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും വേണ്ടത് ശുചീകരണ പ്രവർത്തനമാണ്. അപ്പം അതിൽ ലോക്കൽ ബോഡികളുടെ പൂർണ്ണമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മളൊന്ന് ചർച്ച ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ കാരണം ജനപ്രതിനിധികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്യുന്നു. മാലിന്യം നീക്കം ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ മാലിന്യം നീക്കം ചെയ്താൽ അത് സംസ്കരിച്ചില്ലെങ്കിൽ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് കൊണ്ടിടും. പണ്ട് പുരാണത്തിൽ നാരായണത്വ ഭ്രാന്തൻ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ പോലെ ഇരിക്കും. കാരണം നാരായണത്വ ഭ്രാന്തൻ ദേവീനെ വിളിച്ചു. അപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നാരായണത്വ ഭ്രാന്തൻ പറഞ്ഞു, ഞാൻ വെറുതെ വിളിച്ചു നോക്കിയതാണ്, വരുമോ ഇല്ലേ എന്നുള്ള അറിയാൻ. അപ്പോൾ ദേവി പറഞ്ഞു, പ്രത്യക്ഷപ്പെട്ട സ്ഥിതിക്ക് എനിക്ക് വരം തന്നിട്ട് അപ്രത്യക്ഷമാവാൻ കഴിയുള്ളൂ. അപ്പോൾ നാരായണത്വ ഭ്രാന്തൻ പറഞ്ഞു, അത്ര നിർബന്ധമാണെങ്കിൽ ഇടത്തെ കാലൊരു മന്തുണ്ട്, അതൊന്ന് വലത്തെ കാലിലേക്ക് ആക്കിക്കൊള്ളുക. അപ്പം അതുപോലെയാണ് നമ്മൾ ഈ ശുചീകരണ പ്രവർത്തനം നടക്കുമ്പോൾ ഒരിടത്തെ മാലിന്യങ്ങളെ കൊണ്ട് വേറെടുത്ത് ഡംപ് ചെയ്യും. ഡംപ് ചെയ്യുന്ന സ്ഥലത്തും അവിടെ പാർശ്വവ്യാധി ഉണ്ടാവും. അപ്പം അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നിസ്സാരമല്ലാന്ന് എനിക്കറിയാം. മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. ഇന്നലെ ബഡ്ജറ്റിലും മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ MLA ഉണ്ട്, മേയറുണ്ട്, കൗൺസിലർമാരുണ്ട്. നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ യൂണിറ്റ് ഉണ്ടാക്കാൻ പോയാലത്തെ അവസ്ഥ എന്താ എനിക്കറിയാം. കാരണം ഞാൻ MLA ഫണ്ട് ഇവിടെ കൊടുത്ത് മാലിന്യ സംസ്കരണ യൂണിറ്റ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ആ പൈസ ചിലവാക്കാൻ കഴിഞ്ഞില്ല. കാരണം പ്രാദേശികമായിട്ടുള്ള എതിർപ്പ് ശക്തമായിട്ട് വന്നു. പക്ഷെ ഇനി അങ്ങനെ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ പകർച്ചപ്പനി വരുന്നു, മേയറെ കുറ്റപ്പെടുത്തുന്നു, MLA കുറ്റപ്പെടുത്തുന്നു, മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു, അതുകൊണ്ട് രോഗത്തിന് ശാന്തി ഉണ്ടാവും. ഇപ്പം മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പഴയ കാലം പോലെയല്ല. ഇപ്പം എനിക്കറിയാം, ഞാനിവിടെ MLA ചെയ്തപ്പോഴാണല്ലോ വിളപ്പിൽ ശാലയെ സംഭവം ഉണ്ടായത്. വിളപ്പിൽ ശാലയിലെ മാലിന്യ സംസ്കരണ യൂണിറ്റ് പൂട്ടിക്കാതിരിക്കാൻ ഞങ്ങളൊക്കെ വളരെ കാര്യമായി ശ്രമിച്ചാണ്. ഉമ്മൻചാണ്ടിയുടെ ചേംബറിൽ യോഗം കൂടി. ആ യോഗത്തിൽ വെച്ച് പല പ്രമുഖരായിട്ടുള്ള ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും പൂട്ടണം എന്ന് പറഞ്ഞു. പൂട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുഴപ്പങ്ങളായിരുന്നു തുടക്കം. അന്ന് നഗരസഭ എടുത്ത സ്റ്റാൻഡിനോടൊപ്പം ഞാനും നിന്നു. നഗരസഭയിൽ പൂട്ടാൻ പാടില്ല. ഞാനന്ന് നഗരസഭയുടെ കൂടെയായിരുന്നു. പക്ഷേ പൂട്ടി. എത്ര കാലം എടുത്തു അതിനൊക്കെ. അന്നത്തേനേക്കാൾ വിളക്കിൽശാലയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മോഡേൺ ആയിട്ടുള്ള സംസ്കരണ യൂണിറ്റുകൾ വന്നില്ലേ. വേഗം മിനിഞ്ഞാന്ന് കുന്നംകുളത്തെ ഒരു പ്രോഗ്രാമിലുണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റൽ ഇനോഗ്രേഷൻ. അപ്പോൾ അവിടെ MLA AC മൊയ്യുണ്ട്. അദ്ദേഹം പറയുകയാണ്, അവിടെയുള്ളൊരു മാലിന്യ സംസ്കരണ യൂണിറ്റ് നന്നായി സംസ്കരിക്കുക മാത്രമല്ല, അത് വളമാക്കി അത് വിൽപ്പന നടത്തുന്നു. അങ്ങനെ എക്സാമ്പിളായിട്ടുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ് വരുന്നു എന്ന് കണ്ടാൽ ഉടനെ ബോർഡ് വയ്ക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു സംയുക്ത യോഗം കൂടും. അത് കഴിഞ്ഞിട്ട് MLAക്ക് മറ്റേ കൗൺസിലർമാരെയോ കണ്ടാൽ ഭീഷണിയാണ്, നിങ്ങൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ കാണിച്ചു തരാമെന്ന് പറയും. പക്ഷേ രോഗം പടർന്നാലും ആരാണ് ഇതിൻ്റെ കുറ്റം ഏറ്റുവാങ്ങേണ്ടത്? ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിന് മാലിന്യ സംസ്കരണ യൂണിറ്റുകളാണ് ഈ പരിസരം വൃത്തിയാക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. പിന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യമാണ്. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്കതിൽ എല്ലായിടത്തും ക്ലോറിനൈസേഷൻ നടത്താൻ വേണ്ടി മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്ലോറിനൈസേഷൻ നടത്താനുള്ള പ്രയാസം എന്താ അറിയോ? ചില ആൾക്കാർക്ക് ക്ലോറിൻ്റെ ചുവ പിടിക്കില്ല.
അത് കുടിക്കും, എന്തൊരു സ്മെല്ലാണ്, ചിലർക്ക് സ്മെല്ല് പറ്റുന്നില്ല, ചിലർക്ക് അത് കുടിച്ചാൽ ഛർദി വരുന്നു എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നില്ല. പക്ഷെ അത് ചെയ്തില്ലെങ്കിലോ കുടിക്കുന്ന വെള്ളം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ മിനറൽ വാട്ടർ പോലും നമ്മൾ ധൈര്യത്തിൽ കുടിക്കുക, മിനറൽ വാട്ടറാണെന്ന് വിചാരിച്ചിട്ട്. അതിലും കലർപ്പ് നടത്തുന്ന സംവിധാനങ്ങളുണ്ട്. എല്ലാത്തിലും അതിലും എക്സ്പെർട്ട് കമ്മിറ്റികളുണ്ട്. ഇതൊക്കെ മായം ചേർക്കാൻ തക്കവണ്ണുള്ള എക്സ്പെർട്ടുകാരും നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൻ്റെയൊക്കെ അവസാനം വരുമ്പോൾ അവസാനം എല്ലാ കുറ്റവും ആരോഗ്യവകുപ്പിൻ്റെ തലയിൽ വരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതിനിപ്പോൾ തുടങ്ങിയതല്ല, പണ്ട് കാലം തൊട്ടേ ഉള്ളൊരു സംവിധാനം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കാര്യം ആലോചിച്ചിട്ടുള്ള, ഇപ്പോൾ ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാലയങ്ങൾ ശുചീകരിക്കുക, കുട്ടികൾ, അധ്യാപകരെല്ലാവരും, PTA കമ്മിറ്റിക്കാരെല്ലാം ചേർന്ന് സഹായിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ ഓഫീസുകൾ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുക, ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കുക. ഞായറാഴ്ച ദിവസം വീടിൽ ചെയ്യുക, കാരണം എല്ലാവരും വീട്ടിലായിരിക്കില്ല. അപ്പോൾ വീട്ടിൽ ശുചീകരണം നടത്തുക. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുറന്ന് കളയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഡ്രൈ ഡേ ആചരണം വെള്ളി, ശനി, ഞായർ തീയതികളിലായി നടത്തണം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഏകദേശമായിട്ടുള്ളൊരു രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ എക്സ്പെർട്ട് കമ്മിറ്റിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം, ഇത് നേരത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? രോഗം വരുന്നതിനേക്കാൾ നല്ലത് വരാതെ എങ്ങനെ സൂക്ഷിക്കാം. രണ്ടാമത്തെ ഒരു പ്രധാന വിഷയം, ഈ നിപയുടെ വരവ് ഇങ്ങനെ എല്ലാ വർഷവും ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ നിപ എല്ലായിടത്തും വ്യാപിച്ചിട്ടില്ല. ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത ചില ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ രോഗം പരത്തുന്ന വവ്വാലുകളാണ്. ആ വവ്വാലുകൾ ഏറ്റവും അപകടകാരികളാവുന്നത് മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെ. അവർ ഇണചേരൽ സന്ദർഭത്തിലാണ് അവരുടെ ശരീരത്തിൽ നിന്ന ഓരോ, ഇപ്പോൾ വിസർജ്ജയാണെങ്കിലും അവരുടെ തൂവലാണെങ്കിലും എല്ലാം ഈ രോഗം ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വവ്വാല് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇല്ലേ? അപ്പോൾ എന്താണ് ഈ ചില, അതായത് ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം, കോഴിക്കോട് തന്നെ പേരാമ്പ്ര താലൂക്ക്, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മാത്രം അതാണ് ഇത് പടരാൻ കാരണം. അപ്പോൾ അതും ഈ കമ്മിറ്റി അന്വേഷിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ചില ജില്ലകളിൽ മാത്രം? വവ്വാൽ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഇത് രോഗം പ്രധാനമായിട്ട് കാണുന്നത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളാണ്. അപ്പം അതിൻ്റെ കാരണം ഉൾപ്പെടെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഭാഗ്യവശാൽ എബോള എന്നുള്ളത് ഇതുവരെ ഈ നിമിഷം വരെ കേരളത്തിലില്ല. സംശയമുള്ള 2 പേരുടെ ഫലം നെഗറ്റീവാണ്. ഒരു പേഷ്യൻറ്റിൻ്റെ ഇന്നലെ നെഗറ്റീവായി അവർ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് അയച്ചു. അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇവരെയൊക്കെ ചില രോഗികളൊക്കെ വയലൻ്റ് ആവും. ഒരു രോഗി എബോളയുടെ പേരിൽ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് എന്നെ മൊബൈലിൽ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരു അസുഖമില്ല, നിങ്ങളെല്ലാവരും കൂടെ എന്നെ രോഗിയാക്കി ആശുപത്രിയിൽ കിടന്നു. ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ പേരൊന്നും പുറത്തു വിടില്ല. ഹെൽത്ത് പ്രോട്ടോക്കോൾ അനുസരിച്ച് സാധാരണ ഉള്ള അതിജീവിതയ്ക്കുള്ള പ്രാധാന്യം പേഷ്യൻറ്റിനുമുണ്ട്. നിങ്ങളുടെ പേരാരും അറിയില്ല, ആർക്കും അറിയില്ല. അതെല്ലാവർക്കൊക്കെ മനസ്സിലായി. ഏതായാലും എന്നെ ഇന്ന് രാത്രിക്കുള്ളിൽ വീട്ടിലേക്ക് അയച്ചില്ലെങ്കിൽ ഞാനിവിടെ ആത്മഹത്യ ചെയ്ത്, സാറ് കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്ത് എന്ന് എഴുതി വയ്ക്കുന്നതാണ് ഇന്നലെ ഭീഷണി. അപ്പോൾ അവിടുന്ന് മെഡിക്കൽ കോളേജിലത്തെ പ്രിൻസിപ്പളും പറഞ്ഞു, സൂപ്രണ്ടും പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് വരെ വേഗം വീട്ടിലേക്ക് പറഞ്ഞയക്കണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. സാറിന് ഇപ്പോൾ ഇത്രയല്ലേ ഭീഷണി ഉണ്ടായിട്ടുള്ളൂ, ഞങ്ങൾ എപ്പോഴും ഭീഷണി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവരെ വീട്ടിൽ പോയി അനുവദിക്കുകയും അത് പോസിറ്റീവാവുകയും ചെയ്താലോ? കേരളം മുഴുവൻ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംവിധാനത്തിനെ കുറ്റപ്പെടുത്തും. പക്ഷെ ഭാഗ്യത്തിന് നെഗറ്റീവായി അവരെ ഇന്നലെ വീട്ടിലേക്ക് അയച്ചു. പക്ഷേ ഹോം ക്വാറന്റൈനിലേക്കാണ് അയച്ചത്. ആ ക്വാറന്റൈൻ എത്ര ദിവസം? സാധാരണ പ്രോട്ടോക്കോൾ 21 ദിവസമാണ്. എങ്കിലും അത് മെഡിക്കൽ ബോർഡിനെ ചുമതലപ്പെടുത്തി എത്ര ദിവസം വേണം തീരുമാനിക്കാം. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ഈ പറയുമ്പോഴൊക്കെ എളുപ്പമാണ്, പക്ഷെ ഇതിലേക്ക് കടക്കുമ്പോഴാണ് കാര്യങ്ങളുടെ ബുദ്ധിമുട്ടറിയുക. ഏതായാലും ഞാൻ മറ്റ് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്ന് നല്ല ചർച്ചകൾ നിങ്ങൾ നടത്തി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ അതനുസരിച്ച് ആരോഗ്യവകുപ്പ് തീരുമാനമെടുക്കും. ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ശ്രീ ലാൽ എനിക്ക് തന്നിട്ടുണ്ട്.
അതൊക്കെ പരിശോധിച്ച് ഉചിതമായിട്ടുള്ള നിലപാട് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.